ഇപ്പോൾ ഉമാ തോമസ് MLA തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഉമാ MLA, എന്തായാലും ഈ ഇന്നലെ താങ്കൾ അടക്കം നേതൃത്വം നൽകിയ ചർച്ച അല്ലെങ്കിൽ അതിലാണ് ഒരു തീരുമാനമുണ്ടായത്. നാളെ സർക്കാർ തല ചർച്ച നടത്തുമെന്ന്. എന്നാൽ അതിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല കോറോ ഹെൽത്ത് കമ്പനി. അത്തരം വിവരം ലഭ്യമായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ നീക്കം എത്രമാത്രം തൃപ്തികരമാണ് നിങ്ങൾക്ക്? അല്ല, കോറോ ഹെൽത്ത് കമ്പനിയിൽ റെപ്രസെന്റേറ്റീവായിട്ട് HR-ന്റെ ഒരു വൈസ് പ്രസിഡന്റാണ് വന്നിരുന്നത്. ഈ കുട്ടികളെയൊക്കെ ടെർമിനേറ്റ് ചെയ്യണ വിവരവും അവര് തന്നെയാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്. അവരോടിപ്പോ സംസാരിച്ചപ്പോ പറയണത് നമ്മൾ ഹയർ ഓഫീഷ്യൽസ് വരണം എന്ന് പറഞ്ഞപ്പോ അവരെല്ലാം ട്രാവലിലാണ്. അതുകൊണ്ട് 2-3 ദിവസം സമയം തരുമോ എന്ന് ലേബർ ഓഫീസറോട് ചോദിച്ചിരുന്നു. എന്നോടല്ല സംസാരിച്ചത്, ലേബർ ഓഫീസറിനോട് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഈ ലേബർ കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ സർക്കാരിന് ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട് എന്നുള്ളത് കൊണ്ടാണോ ഇവർ ഇത്തരത്തിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചർച്ചയ്ക്ക് വരില്ല എന്നല്ല പറഞ്ഞ, ചർച്ചയ്ക്ക് വന്നോളാം, എവിടെ വേണമെങ്കിൽ വന്നോളാം എന്നാണ് അവർ നമ്മളോട് സംസാരിച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ലേബർ ഓഫീസർ ഇതിന്റെ നോട്ടീസ് അവര് ഇനി കണ്ടില്ലെങ്കിൽ എന്ന് പറയണ്ട എന്നുള്ളത് കൊണ്ട് പാലാരിവട്ടത്ത് അവരുടെ ഓഫീസിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിരിച്ചുവിടൽ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുകയാണ് കമ്പനി. അത് ഈ 3 മാസത്തെ ശമ്പളമൊക്കെ നൽകി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അവരവരുടെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് വലിയ തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും. അത് 500-ലധികം കുട്ടികൾ ഇവിടെയും അതേപോലെ കോഴിക്കോട് 300 പേരോളം ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 800 പേരിലധികം കുട്ടികൾ, അത് മുഴുവൻ യുവാക്കളാണ് അവിടെ ജോലി ചെയ്യുന്നത്. യങ്സ്റ്റേഴ്സിന്റെ ഇത്രയും പേരുടെ ജോലി പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു, ഒരു മാറ്റമായിട്ട് നമ്മൾ ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് തൊഴിലിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുതലാളികളെയും അതുപോലെ തൊഴിലാളികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നം പഠിച്ച് അവർക്ക് വർക്കില്ലെങ്കിൽ അത് വർക്ക് കൊടുക്കാനായിട്ട് എന്താണ് സഹായം ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് നമ്മൾ മന്ത്രിയോട്, തൊഴിൽ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, കുട്ടികളുടെ തൊഴിൽ കളയുകയല്ല, നമുക്ക് ഇവരെയും കൂടെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് വർക്കില്ലാത്തതെന്ന് പഠിച്ച് നമുക്ക് അവരെയും കൂടി സഹായിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ തന്നെ അവരോട് പറഞ്ഞപ്പോൾ അവര് മീറ്റിങ്ങിന് വരും എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി എന്തായാലും നാളെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നാളെ ചിലപ്പോൾ തൊഴിൽ വകുപ്പ് സെക്രട്ടറി ആയിരിക്കില്ല അറ്റൻഡ് ചെയ്യുക, ലേബർ കമ്മീഷണർ ആയിരിക്കും അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇവരെ ആര് വരും എന്ന് നമുക്ക് നോക്കാം. ശനിയും ഞായറും അവധിയായത് കാരണം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആണ് ഇതിന്റെ തീരുമാനം ഉണ്ടായതെന്നുള്ളതുകൊണ്ട് നമുക്ക് അവരുടെ അവധി ദിവസത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നാളെ തിങ്കളാഴ്ച എന്താ സംഭവിക്കണേ എന്നുള്ളത് നോക്കിയിട്ടേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീമതി ഉമാ തോമസ്. MLA ആണ് ഈ ഒരു സമയത്ത് പ്രതികരിച്ചത്. മുന്നറിയിപ്പില്ലാതെ ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കൊച്ചിയിലെ US സ്ഥാപനമായ കോറോ ഹെൽത്ത് നാളെ നടക്കുന്ന സർക്കാർ തല ചർച്ചയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഉമാ തോമസ് പറയുന്നത്. പങ്കെടുക്കില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ നാളെയാണ് ഈ ഒരു ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ നോക്കാം, ലേബർ കമ്മീഷണർ ആകും ചർച്ചയ്ക്ക് നേതൃത്വം നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉമാ തോമസ് MLA ഈ ഒരു സമയത്ത് നമ്മളോട് പങ്കുവച്ചത്.